പ്രിയമുള്ള ഇടവക ജനങ്ങളെ, സിസ്റ്റർ അഞ്ജന, ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ചെറിയ ചെറിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഈ ഓണത്തിന്റെ അതേ ഒരു സ്പിരിറ്റ്, അതായത് ഓണം എന്ന് പറയുമ്പോൾ ഒത്തൊരുമയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഒരു അവസരമാണ്. പണ്ട് ഒരു രാജാവിന്റെ കഥ വന്നിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അതിനകത്ത് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. മക്കളും അപ്പനും, അങ്ങനെ ഒരു വലിയ കുടുംബം, അങ്ങനെ ഒരു കുടുംബത്തിന്റെ സന്തോഷവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേളയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഓണാഘോഷ പരിപാടികൾ. അത് സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടുകൂടെ ആഘോഷിക്കാം. അതിനുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ ഞാൻ അനുമോദിക്കുകയാണ്. വളരെ ഭംഗിയായി ഇത് നടത്താനും ഇവിടെ ഒരുമിച്ച് കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചു. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, യൂണിറ്റ് മുഴുവനും അതിന്റെ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു നല്ല അവസരം എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും സൗഹൃദം പങ്കുവയ്ക്കാനും സ്നേഹത്തോടെ ആഘോഷിക്കാനും ഈ വേള ഒരുക്കിയ നിങ്ങൾക്ക്, നിങ്ങളെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടികളൊക്കെ മനോഹരമാക്കി തീർക്കട്ടെ. ഇനി നടക്കാനിരിക്കുന്ന മറ്റു പരിപാടികളും കൂടുതൽ ചൈതന്യപൂർവ്വം മനോഹരമായി നടത്താൻ സാധിക്കട്ടെ. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന വികാരിയച്ഛനും അതിനോട് കൂടെ നിൽക്കുന്ന വൈസ് ചെയർമാനും മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസകളും നേരുകയാണ്. നമ്മുടെ എല്ലാ സിസ്റ്റേഴ്സിനും, നമ്മുടെ അച്ഛനും, എല്ലാവർക്കും വൈസ് ചെയർമാനും എൻ്റെ പേരിലും ടീമിൻ്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. വാശിയേറിയ ഫൈനൽ മത്സരമാണ് നടക്കുന്നത്.
will call St. Mother Teresa Unit, Shiny Kujimon. Judges, please note TF01. TF01. ജനമൈത്രി പോലീസ് എന്ന പേരിൽ ജനങ്ങളെ കുട്ടികളാക്കിക്കൊണ്ടിരിക്കുന്ന സേനയിലെ കാക്കിട്ട കരിഞ്ഞുകളും ഇപ്പോഴും സുപ്രധാന പദവികൾ നിലകൊള്ളുന്നു. തങ്ങളുടെ മർദ്ദമുറകൾ തുടരുകയാണ്. പോലീസ് മർദ്ദനം ഏറ്റ യുവാവിന്റെ ജനീയ ചിത്രത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. ആ മ്യൂസിക് വരുമ്പോ ആ വരാം വരുന്നു. നമ്മുടെ സമൂഹം നേരിടുന്ന അതിപ്രധാനമായ ഒരു സാമൂഹിക പ്രശ്നമാണ് തെരുവുനായുടെ ആക്രമണം. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയിടങ്ങളിൽ കൂട്ടത്തോടെ കാണപ്പെടുന്ന തെരുവുനായ്ക്കൾ മനുഷ്യന്റെ ജീവഹാനിക്ക് വരെ കാരണമാകുന്നു. കഴിഞ്ഞ 5 മാസങ്ങൾക്കിടയിൽ 1.5 ലക്ഷം പേർക്ക് അടിയേൽക്കുകയും 5 വയസ്സുകാരനുൾപ്പെടെ 17 പേർ മരിക്കുകയും ചെയ്തു. നമുക്ക് ഒരുമിച്ച് നിന്ന് ഇത് അവസാനിപ്പിക്കാൻ കഴിയണം. തെരുവുനായ്ക്കളുടെ പരിതാപകരമായ നിലയിൽ മനുഷ്യന്റെ സുരക്ഷയും രണ്ടും സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും കടമയാണ്. നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളായി മാറുമ്പോഴാണ് തെരുവുനായ ആക്രമണം കുറയുന്നത്. മനുഷ്യനും മൃഗവും ഇവരുടെയും ജീവൻ സുരക്ഷിതമാക്കുക അത് നമ്മുടെ കടമയാണ്. ഇനിയൊരു മനുഷ്യജീവൻ പോലും തെരുവുനായ്ക്കളാൽ ആക്രമിക്കപ്പെടാതിരിക്കട്ടെ. സംഘതകർത്ത ഒരു ദുരനുഭവമാണ് ഈയിടെ നമ്മൾ കണ്ടത്. നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശമായ ആലുവയിൽ മനുഷ്യത്വമില്ലാത്ത മനസ്സോടെ ഒരു പിച്ചു കുഞ്ഞിനെ പിച്ചിച്ചീന്തി ചാക്കിലാക്കി ലോകത്തെ തന്നെ നടുക്കിയ ആ ദുരനുഭവം നമുക്ക് മറക്കാൻ കഴിയും. മാധ്യമങ്ങളിൽ മാത്രം കേട്ടുകേൾവിയായിരുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും അരങ്ങേറിയപ്പോൾ അത് നമ്മുടെ മനസ്സിനേകിയ ആഘാതം ചെറുതൊന്നുമല്ല. നമ്മുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ? രക്തമെത്തമെന്ന് പോലും നോക്കാതെ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾ നമ്മുടെ മനസ്സാക്ഷിയെ വിലക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒരു കുഞ്ഞു പോലും. Please note TF05. നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള 2 ലോകമഹായുദ്ധങ്ങൾ, ഇറാൻ-ഇറാഖ് യുദ്ധം, ബാൽക്കൻ യുദ്ധം, കൊളംബിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, ഗൾഫ് യുദ്ധം,
അമേരിക്ക ഇറാഖ് യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം, ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം. യുദ്ധം കൊണ്ട് ഇവിടെ ആരും ജയിക്കുന്നില്ല. നഷ്ടദുഃഖങ്ങളും ദീർഘനിശ്വാസങ്ങളും വിശപ്പും വേദനയും യാതനയും കണ്ണീരും മുറവിളിയും മൂകസാക്ഷിയായി പ്രകൃതിയും തകർന്ന തരിപ്പണമായി ശവപ്പറമ്പായി ഭൂമിയും. യുദ്ധം വേണ്ടേ വേണ്ട. മാനവികത പ്രോജ്വലിക്കുന്ന ലോകസമാധാനത്തിനായി ലോകമനസാക്ഷി ഉണരട്ടെ. ലോക സംസ്ഥാന ദിനോത്സവം. കയ്യടിക്കാട്ടോ. എല്ലാവരും ആവേശത്തോടു കൂടി ഒന്ന് കൈയടിച്ചെന്ന് പ്രോത്സാഹിപ്പിച്ചേ. അടുത്തത് സെന്റ് അൽഫോൺസ യൂണിറ്റ്. വെള്ളം അകത്തൊഴിക്ക്.
മത്സരമാണ് അടുത്തതായി നമ്മൾ സംഘടിപ്പിക്കുന്നത്. വടംവലി മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് പേരുവിവരങ്ങൾ നൽകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നുള്ള ടീമംഗങ്ങളുടെ പദ്ധതി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്, സെന്റ് ആന്റണീസ് യൂണിറ്റ്, സെന്റ് തോമസ് യൂണിറ്റ്, ഈ 3 ടീമും തമ്മിലാണ് മത്സരം നടത്തുന്നത്. അവർക്ക് ഏർക്കോട്ടെ, അവർക്ക് ഏർക്കോട്ടെ. നിങ്ങൾ വലിക്കുക, ഒരു വലിയ വലിച്ചിട്ട് പോയാൽ മതി. റെഡി ആയിക്കോ. സെന്റർ നോക്കിയത് പറയും. അതിനുശേഷം വിസിലടിക്കുന്ന മത്സരം സ്റ്റാർട്ടാവും. അടുത്ത വിസിലിന് മാത്രം വലി നിർത്തിയത്. ടീംസ് റെഡി, ടീംസ് റെഡി, ആവേശകരമായിട്ടുള്ള മത്സരമാണ്. എല്ലാവരും കൈയടിച്ച് കാലടിച്ച് അവരാദ്യത്തെ വടംവലിയിൽ വിട്ടുകൊടുത്തു. പക്ഷെ രണ്ടാമത്തെ വിട്ടുകൊടുക്കില്ല. അത് അവര് ടെസ്റ്റ് ചെയ്യുന്നതാണ്. മത്സരങ്ങളൊക്കെ റെഡിയാണോ? അക്ഷയും. അപ്പൊ ഇവര് ഇന്നൊരു 1 മണി തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാംസിനും കറക്റ്റായിട്ട് എല്ലാ പ്രൈസും അവര് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ബ്രദേഴ്സിനും അച്ഛന്റെ പേരിലും നമ്മുടെ ഇടയ്ക്കയുടെ പേരിലും സിസിയുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സിസിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഉപഹാരം രണ്ടുപേർക്കുമായിട്ട് തരാനായി അച്ഛനെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സെന്റ് ആൻഡേഴ്സും സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റാണ്. വാശിയോട് വാശിയാണ്. എന്ത് പിന്നെ ഓക്കെ
വടംവലി മത്സരത്തിന്റെ 1ാം സമ്മാനം നേടിയ സെന്റ് ആന്റണീസ് ടീമിന് ഫസ്റ്റ് പ്രൈസ് പഴക്കുല ട്രോഫി ഓണക്കോടി ഉണ്ടായിരിക്കുന്നതാണ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് TMJ ബനാന സ്പോൺസർ ചെയ്തിരിക്കുന്ന 1ാം സമ്മാനം. 2ാം സമ്മാനം നേടിയ സെന്റ് സെബാസ്റ്റ്യൻ ടീമിന് പഴക്കുലയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺസൺ കളത്തിൽ. 3ാം സമ്മാനം നേടിയ സെന്റ് തോമസ് ടീമിന് പഴക്കുല സ്പോൺസർ ചെയ്തിരിക്കുന്നത് JJ ഇവന്റ്സ്. വടംവലി മത്സരം കണ്ട് സഹായിച്ച എല്ലാ മാന്യരക്ഷിതങ്ങൾക്കും അനുസരിച്ച എല്ലാ കായിക പ്രേമികൾക്കും ഒരിക്കൽ കൂടി നന്ദി കടപ്പാട് അറിയിക്കുന്നു. സെന്റ് ജോസഫ് ചർച്ച് കാര്യമുള്ള ടീമിന് സെബാസ്റ്റ്യൻ വടക്കുംപാടം അച്ഛന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ മത്സരം കാണാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് വടംവലി മത്സരം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ പിന്നിൽ അഴിമതി എന്താന്ന് അറിയുന്നില്ല. അവിടെ നിനക്ക് പോലെ കലത്തെപ്പാടിയൊന്നും ഉണ്ടോടെ കലത്തെ പോലെ പോലെ ഇല്ല നിങ്ങളുടെ വിളമ്പ് ശരിയാണോ? ഒരു മത്സരം വികാരിയച്ഛനായി സാധു സെബാസ്റ്റ്യൻ വടക്കുംപാട്, കൈക്കാരന്മാരായ സാബു കൊടുവ, സക്കറിയ പാറമടയിൽ, വൈസ് ചെയർമാനായ സനോജിക്ക്, KCY മാനേജറായ സിസ്റ്റർ അഞ്ജന എന്നിവരെ ക്ഷണിക്കുന്നു. അതുപോലെ ശരിയൊരു മീറ്റിംഗ് കൂടിയാണിത്. അപ്പോൾ നമുക്കൊരു ആശംസ പറയാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ആദരണീയരായിട്ടുള്ള നമ്മുടെ സിസ്റ്റേഴ്സിന്റെ അച്ഛനുണ്ട്. അതുപോലെ കൈക്കാരന്മാരുടെ വൈസ് ചെയർമാൻ KCY അനിമേറ്റ് ചെയ്യുന്ന അഞ്ജന സിസ്റ്ററുണ്ട്, മറ്റു സിസ്റ്ററുണ്ട്, നമ്മുടെ ബ്രദേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുടുംബ യൂണിറ്റിന്റെ അംഗങ്ങളെല്ലാവരും പ്രത്യേകമായിട്ടുള്ള ഈ KCY വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. മത്സരങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് കുറെ പേര് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ലീഡറായിട്ട് അനച്ച്, അതുപോലെ തന്നെ മറ്റെല്ലാ ആളുകളും വളരെ കൃത്യമായിട്ട് രാത്രിയൊക്കെ 10-നും 11-നും കാരണം എല്ലാം സെറ്റ് ചെയ്ത് എന്തൊരു മനോഹരമാക്കിയിരിക്കുന്നു. നമുക്കൊരു കൂട്ട കയ്യടി കൊടുക്കാം. ഒത്തിരി ശബ്ദത്തിൽ നല്ല കയ്യടി. യൂണിറ്റുകാരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വേറെ ഒന്നും എടുക്കണ്ട, ഒന്നും നമ്മൾ ഒരുമിച്ച് കൊടുക്കുക, ഒന്ന് കൂട്ടായ്മയിലേക്ക് വളരുക. ഇതൊക്കെ മനുഷ്യന് നല്ലത്. എല്ലാ ആഘോഷങ്ങളും ഏതെങ്കിലുമൊക്കെ മതത്തിന്റെ പേരിലാണ് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ അത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം ആളുകൾ ഇവിടെ വരികയും പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് KCY നന്ദി പറയുന്നു. അതിന് ആനിമേറ്റ് ചെയ്യുന്ന നമ്മുടെ അഞ്ജന സിസ്റ്ററുണ്ട്. അതുപോലെ അതിനു വേണ്ടിയിട്ട് ഒത്താശകളും സഹകരണങ്ങളും നമ്മുടെ കൈക്കാരന്മാരുടെ രാഷ്ട്രീയ അംഗങ്ങൾ, വൈസ് ചെയർമാൻ, മറ്റെല്ലാവരും സിസ്റ്റേഴ്സ് എല്ലാം കാറ്റഗറീസും എല്ലാം വളരെ ഭംഗിയായിട്ട്, അതുപോലെ കുടുംബീടിന്റെ ഭാരവാഹികളെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ദിനത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് മനുഷ്യന്റെ പുകഴ്ചയുടെ തിരുനാളും കൂടിയിട്ടാണ്. അപ്പോൾ ഈ കൂട്ടായ്മ എന്നും വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. മത്സരാർത്ഥികൾ നമുക്കറിയാം വടംവലിയാണ് നമ്മുടെ. അപ്പോൾ അതിനും സമ്മാനങ്ങൾ നേടി പ്രകാരം യൂണിറ്റുകാർ എല്ലാവരും അതിൽ സഹകരിച്ചു. മറ്റ് പരിപാടി ഫാൻസി ഡ്രസ് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു.
നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഓണപരിപാടി നമ്മൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പൊ അതിന് നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ അച്ഛനാണ്. അച്ഛനായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് കോർഡിനേഷനായിട്ടും എല്ലാത്തിനും അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പേരിലും KCYM-ന്റെ പേരിലും അച്ഛന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കാരന്മാരായ സാബു ചേട്ടനും സക്കറിയ ചേട്ടനും രണ്ടുപേരും നമ്മളിവിടെ 2 ദിവസമായിട്ട് രാത്രി വരെ ഇവിടെ നിൽക്കുമ്പോഴായാലും അവരെപ്പോഴും നമുക്ക് ഇവിടെ സപ്പോർട്ടായിട്ട് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഞങ്ങളുടെ പേരിലും KCYM-ന്റെ പേരിലും പ്രത്യേകമായ നന്ദി തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ വൈസ് ചെയർമാനായ സനോജ് ചേട്ടൻ, നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് സനോജ് ചേട്ടനെ വിളിച്ച് പറയായിരുന്നു. അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു സനോജ് ചേട്ടൻ. അപ്പോൾ സനോജ് ചേട്ടനും KCYM-ന്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ആനിമേറ്ററായ സിസ്റ്റർ അഞ്ജന നമുക്ക് ഫുൾ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിരുന്നു. മീറ്റിങ്ങിനായാലും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിനെല്ലാം പിന്നെ എന്ത് സഹായത്തിനായാലും നമുക്ക് മഠത്തിലൂടെ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർ അതിനായിട്ട് സഹായിക്കുമായിരുന്നു. സിസ്റ്ററിനും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ XM സിസ്റ്റർ ആൻമേരിയ, നമുക്ക് ഇവർക്ക് കോഫി കൊടുക്കുന്ന ഒരു കാര്യത്തിലായിരുന്നു നമ്മൾ ചെന്നപ്പോൾ സിസ്റ്റർ സന്തോഷപൂർവ്വം നമുക്ക് അവിടെ എല്ലാം റെഡിയാക്കി തന്നു. സിസ്റ്ററിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ജഡ്ജസ് ആയിട്ട് വന്ന ബ്രദർ അക്ഷയ്, ബ്രദർ ആശ്വിൻ ആൻഡ് സിസ്റ്റർ ദീപ്തി, അവർക്കും പ്രത്യേകമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രത്യേകം നന്ദി പറയുന്നതാണ് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റുമാര്, അതുപോലെ തന്നെ യൂണിറ്റ് മെമ്പേഴ്സ്. അവരുടെ സപ്പോർട്ടോടെയാണ് നമുക്ക് ഇന്നൊരു പരിപാടി ഇത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത്. അത് കോർഡിനേറ്റ് ചെയ്ത അവർക്കും എല്ലാ മത്സരത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ യൂണിറ്റ് മെമ്പേഴ്സിനും എന്റെയും അച്ഛന്റെയും KCYM-ന്റെയും പേരില് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്കിന്ന് പായസം സ്പോൺസർ ചെയ്തത് വിൻസെന്റ് പോൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അവര് റെഡിയാക്കി തന്നു. പ്രത്യേകം വിൻസെന്റ് പോളിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പായസം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചത് നമ്മുടെ സിമർല ചേച്ചിയായിരുന്നു. സിമർല ചേച്ചിക്കും എന്റെ പേരിലും KCYM-ന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുവാണ്. അതുപോലെ പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മുടെ സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇത്രയും നന്നായിട്ട് തന്നെ നടത്താൻ പറ്റിയത്. അപ്പോൾ അവർക്ക് ഞാൻ പ്രത്യേകം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അതിൽ എടുത്തു പറയേണ്ട 2-3 സ്പോൺസേഴ്സിന്റെ പേര് ഞാൻ അവിടെ പറയുവാണ്. കാർഗുന ഫ്രണ്ട്സ് ക്ലബ്, മെൽബൺ മെറ്റൽസ്, DMJ ബനാന, ജോൺസൺ കളത്തിൽ ആൻഡ് JJ ഇവന്റ്സ്. ഇവർക്ക് അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ബാക്കി എല്ലാ സ്പോൺസേഴ്സിനും എന്റെയും അച്ഛന്റെയും KCYM മെമ്പേഴ്സിന്റെയും പ്രത്യേകം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ KCYM മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഇപ്പോ എന്റെ ബാക്കിൽ നിൽക്കുന്ന ഇവരെല്ലാവരും, അതുപോലെ ഇല്ലാത്ത കുറച്ച് പേരോടെ ഉണ്ട്, അവരും നമുക്ക് പ്രത്യേകം എല്ലാ കാര്യങ്ങളും ഒന്ന് വിളിച്ചാൽ തന്നെ എല്ലാവരും എത്തുമായിരുന്നു. അപ്പോ അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അതുപോലെ ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. അടുത്തതായിട്ട് സമ്മാനദാനമാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് ഇവിടെ വടംവലിക്കായിട്ട് വന്ന നമ്മുടെ റഫറി കിരൺ ചേട്ടന് ഞങ്ങളുടെ KCYM-ന്റെ പേരിൽ സ്നേഹോപഹാരം കൊടുക്കുവാണ്. അതുപോലെ ചേട്ടനോടും പ്രത്യേകം താങ്ക് യു. കാരണം നമ്മള് 2 ദിവസം മുന്നേ വിട്ടുപോയി. ചേട്ടനെ വിളിച്ചിട്ട് നമ്മളെല്ലാം റെഡിയാക്കിയത്. ഇവിടെ നേരത്തെ ചേട്ടനെ തലേ ദിവസം തന്നെ വിളിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ചേട്ടനായിരുന്നു. തലയിലും ഞങ്ങള് നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി തന്നെ ഒരു കൊച്ചു സമ്മാനമാണ്. അത് നമ്മുടെ കൊച്ചുകുട്ടികളുടെ ഒരു വടംവലി ഇവിടെ നടത്തിയായിരുന്നു. നമ്മുടെ അച്ഛനാണ് കോർഡിനേറ്റ് ചെയ്തത്. അതിന്റെ സമ്മാനദാനാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ബോയ്സ് ടീം, ഗേൾസ് ടീം. അപ്പൊ ഗേൾസ് ടീം അങ്ങനെ തിരിഞ്ഞിട്ടോ. ബാക്കിയുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പോൾ നടന്ന കൂട്ടയോട്ട മത്സരത്തിന്റെ പ്രൈസ് കൊടുക്കുവാണ്. അതിനായിട്ട് ഓടിയ എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് വിളിക്കുവാട്ടോ. അവർക്ക് സിംഗിൾ പ്രൈസ് വേണമെന്ന് പറഞ്ഞു. സിംഗിൾ പ്രൈസ് കൈയടിക്ക്. സിംഗിൾ പ്രൈസ് എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. സിംഗിൾ പ്രൈസ് ഇത് സ്പോൺസർ ചെയ്ത് ആരാ? വരീസേട്ടനോ? വരീസേട്ടനെ സ്പോൺസർ ചെയ്താണ്. കളപ്പറമ്പത്ത് വരീസേട്ടൻ. ഇത് സ്പോൺസർ ചെയ്തത് നമ്മുടെ വർഗീസ് കളപ്പറമ്പ് ചേട്ടനാണ്. ചേട്ടന് നന്ദി.
സമ്മാനദാനം നൽകാനായി HM സിസ്റ്റർ ആൻമരിയെ വിളിച്ചിരുന്നു. അടുത്തത് തിരികത്തിക്കൽ. ഫസ്റ്റ് പ്രൈസ് ജോൺ ജെയിൻ തെക്കൻ. സമ്മാനം നൽകുന്നതിനായി സിസ്റ്റർ ആൻമരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫസ്റ്റ് പ്രൈസ് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ജൂലി റോയ് സ്മിത. ഗിഫ്റ്റ് കൊടുക്കുന്നതിനായി ആനിമേറ്റർ സിസ്റ്റർ അഞ്ജലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സെക്കൻഡ് പ്രൈസ് സെന്റ് ഫ്രാൻസിസ് സേവിയർ യൂണിറ്റ് സുജ ജോമോൻ ആൻഡ് സരിത ഷിസോ. നമുക്ക് ഫസ്റ്റ് പ്രൈസ് മന്തി, സെക്കൻഡ് പ്രൈസ് ബിരിയാണി ആണ്. അത് കൊടുക്കാനായി സനോവിശേഖരനെ വിളിക്കുന്നു. ചാക്കിലോട്ടം ഫസ്റ്റ് പ്രൈസ് സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് ടോണി ചക്കൻ. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. എല്ലാവരും കൈയടിക്കൂ. നമ്മുടെ കൈക്കാരനായ സക്കറിയ ചേട്ടനെ ക്ഷണിക്കുന്നു. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ് പ്രൈസ് സെന്റ് തോമസ് യൂണിറ്റ് അലീന ആൻഡ് ആൻസി. അടുത്തതായി സെക്കൻഡ് പ്രൈസ് സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് റീമ ആൻഡ് മിനി തോമസ്. രമ കൊച്ചിനെ പറഞ്ഞില്ലേ? അടുത്തേക്കോ. കുട്ടികളുടെ ഫാഷൻ ഷോയിലുള്ള സമ്മാനദാനമാണ്. അത് കൊടുക്കാനായി സാബുശേഖരനെ ക്ഷണിക്കുന്നു. തേർഡ് പ്രൈസ് ആണ് ആദ്യം നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. തേർഡ് പ്രൈസ് ചെസ് നമ്പർ FS11 ആൻമിയ ലിഫിൻ. ചെസ് നമ്പർ FS11 ആൻമിയ ലിഫിൻ തേർഡ് പ്രൈസ്. FS03 ആൻലിയ സെബാസ്റ്റ്യൻ. ചെസ് നമ്പർ FS03 ആൻലിയ സെബാസ്റ്റ്യൻ. And first prize FS10 Michaela. Chess number FS10 Michaela Joseph. നമ്മുടെ യൂണിറ്റ് വൈസ് നടത്തിയ മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ്. ആദ്യമായി ടൂ വീലർ ഫാൻസി ഡ്രസ്സിന്റെ റിസൾട്ട് ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ടൂ വീലർ ഫാൻസി ഡ്രസ്സിന്റെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ബൈ ജോമി ജോസ് പെട്ട 1501. സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ബൈ ജോസഫ് തോമസ് 1001. ആൻഡ് തേർഡ് പ്രൈസ് സ്പോൺസർ ബൈ സാൻഡ്ര പോൾ 501. ടൂ വീലർ ഫാൻസി ഡ്രസ് തേർഡ് പ്രൈസ് TF08 സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ്. TF08 സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ്. TF08 സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ്. കൊച്ചു Third prize. Okay. 08 St. Anthony's Unit. 05 St. Anthony's Unit. Okay. Two-wheeler fancy dress first prize. TF09 Mother Teresa Unit. TF09 Mother Teresa Unit. Okay. അടുത്തതായിട്ട് വടംവലിയുടെ പ്രൈസ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മുടെ HMനെ ക്ഷണിക്കുവാണ്. സ്റ്റാൻഡ് മീഡിയ. ഓക്കെ, വടംവലിയുടെ ഫസ്റ്റ് പ്രൈസ് പഴക്കുല ട്രോഫി ആൻഡ് ഓണകോടി സ്പോൺസർഡ് ബൈ TMJ ബനാനാസ്. സെക്കൻഡ് പ്രൈസ് പഴക്കുല സ്പോൺസർഡ് ബൈ ജോൺസൺ കളത്തിൽ. തേർഡ് പ്രൈസ് പഴക്കുല സ്പോൺസർഡ് ബൈ JJ ഇവന്റ്സ്.
ആൻഡ് വടംവലിയുടെ പ്രൈസ് തേർഡ് പ്രൈസ് സെന്റ് തോമസ് യൂണിറ്റ്. അപ്പൊ വടംവലിച്ച എല്ലാവരും നേരെ ഒരുമിച്ച് വരാം. സെന്റ് തോമസ് യൂണിറ്റ് വടംവലി തേർഡ് പ്രൈസ് സെന്റ് തോമസ്. ആദ്യമായി പഴക്കൊലയാണ് കൊടുക്കുന്നത്. അപ്പൊ വടംവലിച്ച എല്ലാവരും ഒരുമിച്ച് അത് ഏറ്റുവാങ്ങേണ്ടതാണ്. എല്ലാവരും കൈയടിക്കോ? പിടിച്ച് എടുത്തെടുത്തെടുത്ത് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് വടംവലി സെക്കൻഡ് പ്രൈസ് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ്. അപ്പോ വടംവലിച്ച എല്ലാവരും ഫ്രണ്ടിലേക്ക് വരാം. റോബസ്റ്റ് കളയാണ് പ്ലസ് ട്രോഫി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ തോട്ടം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഗിഫ്റ്റ് ചെയ്തോ. എല്ലാവരും കൈയടിക്കൂ. താത്തി പിടിച്ച് കൃഷ്ണ പിടിച്ച് പഴക്കൊലയാണ് കൊടുക്കുന്നത്. റോബസ്റ്റ് കളയാണ് സ്പോൺസർഡ് ബൈ ജോൺസൺ കളത്തിൽ. അടുത്തതായി വടംവലിയുടെ ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കാനായിട്ട് വികാരിയച്ഛനെ ക്ഷണിക്കുവാണ്. വടംവലിയുടെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാനായി വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. വടംവലി ഫസ്റ്റ് പ്രൈസ് പഴക്കുല സ്പോൺസർഡ് ബൈ TMJ ബനാനാസ് ആൻഡ് ട്രോഫി ആൻഡ് ഓണക്കോടി. ഗോസ് ടു സെന്റ് ആന്റണീസ് യൂണിറ്റ്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. കഷ്ടപ്പെട്ടവര് പൈസ നേടിയതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് കൈയടിക്കും. വടംവലിച്ച എല്ലാവരും ക്ഷണിക്കുവാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് അച്ഛന്റെ അടുത്തുനിന്ന് ആ ട്രോഫി ഇറക്കി പിടിച്ചോ. അടുത്തതായിട്ട് നമ്മള് കൊലയാണ് കൊടുക്കാൻ പോകുന്നത്. ഏത്തക്കൊലയാണ്. ഓക്കെ ഉഷാറായിട്ട് ഓക്കെ. അടുത്തതായിട്ട് ഓണക്കോടിയാണ്. എല്ലാവരും അത് ഏറ്റുവാങ്ങുക. ഓണക്കോടി ജോസഫ് ഓണക്കോടി ഓണക്കോടി മെയിൻ കോമ്പറ്റീഷൻ പൂക്കള മത്സരത്തിന്റെ റിസൾട്ട് ആണ്. അപ്പോ അതിനും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ തന്നെ ക്ഷണിക്കുവാണ്. പൂക്കള മത്സരം ഫസ്റ്റ് പ്രൈസ് സ്പോൺസർഡ് ബൈ കാരുവത് ഫ്രണ്ട്സ് ക്ലബ് ആൻഡ് സെക്കൻഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ മെൽബൺ മെറ്റൽ ആൻഡ് തേർഡ് പ്രൈസ് സ്പോൺസർഡ് ബൈ ബ്രേസമ അഗസ്റ്റിൻ അമ്പാടിയില്ല. ചെയ്യാൻ പോകുന്നത് പൂക്കള മത്സരം തേർഡ് പ്രൈസ് ഗോസ് ടു TM02 സെന്റ് ആന്റണീസ് യൂണിറ്റ്. പൂക്കള മത്സരം തേർഡ് പ്രൈസ് TM08 സെന്റ് ആന്റണീസ് വിളിക്കുവാണ്. പൂക്കളം ഇടാനായി ചെന്നതും അല്ലാതെ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുകയാണ്. ഉഷാറായിട്ട് അടുത്തതായി പൂക്കള മത്സരം സെക്കൻഡ് പ്രൈസ്. പൂക്കള മത്സരം സെക്കൻഡ് പ്രൈസ് ഗോസ് ടു TM05 സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ്. പൂക്കള മത്സരം തേർഡ് പ്രൈസ് TM05 സെന്റ് അഗസ്റ്റിൻ. പൂക്കള മത്സരം ഫസ്റ്റ് പ്രൈസിനായിട്ടുള്ള പൂക്കള മത്സരം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു TM04 സെന്റ് ജോർജ് യൂണിറ്റ്. പൂക്കള മത്സരം ഫസ്റ്റ് പ്രൈസ് TM04 സെന്റ് ജോർജ് യൂണിറ്റ്. അപ്പൊ സെന്റ് ജോർജ് യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സും അച്ഛനെ എടുത്തിട്ട്
ഒന്ന് ഉഷാറായിട്ട് ഓക്കെ ഉഷാറായിട്ട് ഒരു ആർപ്പ് വിളിച്ചേ കഴിഞ്ഞ അടുത്തതായിട്ട് നമ്മുടെ ഫൈനൽ ഓവറോൾ സ്കോർ വെച്ചിട്ടുള്ള പൊസിഷൻസ് ആണ് പറയുന്നത്. തേർഡ് പ്രൈസ് ഗോസ് ടു സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ്. ആൻഡ് ദ ഫൈനൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് പ്രൈസ് ആരായിരിക്കുന്നത്? ഗസ് ചെയ്യാൻ പറ്റും ആരായിരിക്കുന്നത്? ഏത് യൂണിറ്റാ? Okay, and then finally, first overalling trophy goes to St. Anthony's Unit. St. Anthony's Unitലെ എല്ലാ മെമ്പേഴ്സും overalling trophy മേടിക്കാനായി വരിക. അത് കൊടുക്കാനായി നമ്മുടെ വികാരിയൻസിനെ സ്നേഹപൂർവ്വം സ്വാഗതം. അതുപോലെ സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് 80 പോയിന്റ് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് 60 എല്ലാ യൂണിറ്റും ഉണ്ടോ അത് പറയേ. സെന്റ് തോമസ് യൂണിറ്റിലെ ഏതെങ്കിലും മെമ്പേഴ്സ് ആയാലും കുഴപ്പമില്ല. സൗണ്ടില് ഓക്കെ